എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. അപ്പോൾ 2-3 ദിവസമായി ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് അത്യാവശ്യം 2000-ന് മുകളിൽ വ്യൂസൊക്കെ ആയി. അത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട് അത്യാവശ്യം വ്യൂസ് വന്നു. അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് മെൻഷൻ ചെയ്യാം. കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരൊന്ന് കയറി കാണുക. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടൊരു ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ എന്ന് വേണേൽ പറയാം. ഞങ്ങൾ ഓണത്തിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തത് പുളിമൂട്ടിൽ നിന്നായിരുന്നു. ഇവിടെ പാലയിൽ പുതിയ പുളിമൂട്ട് സിൽസൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അവിടുന്ന് അവരുടെ ഉപഹാരമായി ഞങ്ങൾക്ക് 2 സേമിയ പായസവും പിന്നെ ഒരു പാലട കിറ്റും കൂടെയാണ് കിട്ടിയത്. അത് ഇതുവരെ ഉണ്ടാക്കിയില്ല. ഓണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയൊക്കെ ആയി. എന്നാലും ഇതുവരെ നമുക്കത് ഉണ്ടാക്കാനുള്ളൊരു സമയമൊന്നും ആയില്ല. അപ്പോൾ ഇന്നത് ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്ന് സേമിയ പായസം വെക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഒരു വീഡിയോ കണ്ടിന്യൂവേഷന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പുളിമൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ പാലടയും സേമിയയും. അപ്പോൾ നമ്മളിന്ന് സേമിയ പായസം ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. അത് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത വർഷം ഓഗസ്റ്റ് വരെ സമയമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഉണ്ടാക്കിയേക്കാമെന്ന് കരുതിയാണ്. ഇവർ പാകം ചെയ്യുന്ന വിധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒരു ചെറിയൊരു സേമിയ പായസം ഉണ്ടാക്കാം എന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഇവരാരും അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. അപ്പോൾ അതേ കണ്ടില്ലേ, ഓണാശംസകൾ. ഓണം കഴിഞ്ഞ് 2 ആഴ്ച ആയതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പായസം എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുടിക്കാമല്ലോ. ഇതിനു മുമ്പും പലതവണ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ഇടും എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കിത് പാലിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇത്തവണ ഞാൻ ഏകദേശം അത് കണ്ടിന്യൂഷനിൽ പോകുന്നുണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 വീഡിയോ കണ്ടിന്യൂസ് ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നും ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ, അല്ല നാളെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എടുത്തു തരുന്ന ക്യാമറാമാൻ എൻ്റെ ഡിയർ ഹസ്ബൻഡാണ്. എല്ലാവരും എന്തെന്ന് ചോദിച്ചേക്കരുത്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, സ്ക്രീനിൽ എന്നെ മാത്രമേ കാണാനുള്ളൂ. പുള്ളി ക്യാമറ പിടിച്ചോണ്ടിരിക്കുകയാണ്, അതാണ് കാണാത്തത്. എൻ്റെ ട്രൈപോഡ് പോയായിരുന്നു. അപ്പോൾ നീ ഒരെണ്ണം വാങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതുകൊണ്ട് ഫോൺ സ്ഥാപിക്കാൻ വേറെ മാർഗങ്ങളില്ലാത്തതിനാൽ ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ പാതിയെ ഞാനത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് 3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് എനിക്ക് അത്യാവശ്യം ഇത്രയും ഒരു ഗ്യാപ്പിനിടെ ഒരു 8-10 മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ നിങ്ങൾ തന്നു. ഒരു 300-200-200-ന് മുകളിൽ എന്തായാലും വ്യൂസും വന്നിട്ടുണ്ട്. എന്തായാലും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ വീഡിയോസ് വരുമ്പോഴേ അത് കാണാനും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോഴേ കാണാനും ഒക്കെ എന്താ പറയുക, ഒരു മനസ്സ് കാണിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെയും നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോസ് ഇനി ഉണ്ടാവും. ഇനി കണ്ടന്റ് വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വ്ളോഗ്, ഒരുപാട് പേര് ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതും ഇപ്പോൾ യാത്രയൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ്. യാത്ര ചെയ്യുമ്പോൾ അതും കൂടി വ്ളോഗിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. തന്നെയല്ല, ഡേ ഇൻ മൈ ലൈഫ് വേണമെന്ന് എന്നെ പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേര് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് കാണാനൊക്കെ രസമാണ്, അപ്പോൾ വീഡിയോസ് പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ ഫുൾ ഡേ വേണമെന്നൊക്കെ പറഞ്ഞ്. അപ്പം അതും ഇടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പം കുറച്ച് ഫ്രീ ആണ്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, പൂഞ്ഞാറാണ്. ഇന്നിപ്പോൾ വന്നാണ്, ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പായസം ഇരിക്കുന്നതുണ്ട്. അപ്പോൾ എന്നാൽ അത് ഉണ്ടാക്കിയേക്കാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ആ ഒരു പ്ലാനിൽ, എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കിയേക്കാം എന്ന് കരുതി. ഇവിടെ വെച്ച് ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഓണത്തിൻ്റെ ഒരു ചെറിയൊരു ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ കാര്യമായിട്ട് വീട്ടിലൊരു വീഡിയോ ഇല്ല. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് 2-3 വീഡിയോസ് ഞാൻ ഇവിടെ വെച്ചിട്ടായിരുന്നു. വീട്ടിൽ അത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, ഒരു കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ. അത് അത്യാവശ്യം വ്യൂസും കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതി ഞാൻ ഇനിയും മുന്നോട്ട് പോവുകയാണ്. ഇനി ലാഗ് അടുപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ നിങ്ങൾ പറയണം. അപ്പോൾ വീട്ടിലേക്ക് പോകാം. അമ്മ അതെ 1 ലിറ്റർ പാല് വേണമെന്നാണ് നമ്മുടെ അതിൽ പറഞ്ഞത്. അപ്പോൾ അമ്മ 1 ലിറ്റർ പാല് പൊട്ടിച്ചൊഴുക്കി 1 ലിറ്റർ പാല് പൊട്ടിച്ചൊഴിച്ചു. അപ്പോൾ നമ്മുടെ പാക്ക് അൺബോക്സിങ് അതിനകത്ത് തുറന്നോ അതിന് എനിക്ക് കപ്പലണ്ടി ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കിനി ഇത് ഈ പാല് തിളച്ച് കഴിയുമ്പോൾ ഈ സാധനം ഇട്ടങ്ങ് ഇളക്കി വേവിച്ചെടുത്ത സംഭവം റെഡി. പാല് തിളക്കട്ടെ. പാല് തിളച്ചിട്ട്
ഈ സേമിയ മിക്സും കൂടി ഇട്ട് ഇളക്കുക. സംഭവം റെഡി. അവസാനം വേണേൽ ഇച്ചിരി നെയ്യോ വെണ്ണയോ ചേർക്കാമെന്നൊക്കെയാണ് അവരതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്നും ഞാൻ മിസ്സായി പോയായിരുന്നു. പാല് തിളച്ച് വന്നപ്പോൾ ഇവർ സേമിയ മിക്സ് ഇട്ടെന്നാണ് പറഞ്ഞത്. അതാ ഞാൻ കണ്ടോ, സേമിയ മിക്സ് ഇട്ട് നമ്മളിനി ഇത് കുക്ക് ചെയ്ത് വെന്ത് വരണം. ഞാൻ ഇടയ്ക്കൊന്ന് അപ്പുറം വരെ പോയപ്പോഴത്തേന് ഇവരിതൊക്കെ അങ്ങിട്ട് കണ്ടോ, ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ സംഭവം റെഡി. നമ്മുടെ ഈ സേമിയ മിക്സിൽ ഏലക്കയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏലക്ക പൊടിച്ചു കൊണ്ടുവന്നു, ജസ്റ്റ് ഒരു 2 എണ്ണം പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഏലക്കയുടെ ഒന്നും സ്മെല്ല് വന്നില്ല. കിസ്മിസും കപ്പലണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചുമ്മാ സിമ്പിളാണ്, ആർക്കും ഉണ്ടാക്കാമെന്നുള്ളൂ. കണ്ടില്ലേ, നിസ്സാരം. ഇച്ചിരി പാലും സേമിയ മിക്സ് കൊണ്ട് സംഭവം റെഡി. വേണേൽ ഇച്ചിരി നെയ്യും കൂടെ ആവാം അവസാനം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം എന്നെ എളുപ്പമല്ലേ പായസമൊക്കെ ഉണ്ടാകും, ഇൻസ്റ്റൻറ്റ്. ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അടുത്ത് ഇത് കുക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ തിളച്ച് എന്നിട്ടും വെയിറ്റ് ചെയ്യുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് വെച്ചേക്കുക. ആ കുട്ടി ഇവിടെ നോക്കി പറയടാ. അപ്പോൾ ഏകദേശം നമ്മുടെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിപ്പം ഒന്നെടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ വാങ്ങാറായി. അപ്പോൾ കുറച്ച് നെയ്യ് ഞങ്ങളിവിടെ അല്പം ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് നെയ്യുടെ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്തുള്ളൂ. ഞങ്ങളൊരു അല്പം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വാങ്ങിയെടുക്കുക. കഴിഞ്ഞു. നമ്മളൊരു ഇച്ചിരി ആറിയിട്ടുണ്ട്. നമുക്ക് പാൽ ഇച്ചിരി കൂടി പോയോ എന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഇത് കുറുകുമായിരിക്കും. ഇപ്പം എന്തായാലും പാലായിട്ടാണ്, പാല് വെള്ളം പോലെയാണ് ഏകദേശം കിടക്കുന്നത്. ഇച്ചിരി കൂടെ കുറുകുമായിരിക്കും കേട്ടോ. നമുക്ക് ആ ക്ഷമയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്തിയെടുത്തതാണ്. അപ്പോൾ കുടിച്ചോ. ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി പാല് പോലെ ആയിപ്പോയിട്ടുണ്ട്. എന്നാലും ആ സേമിയയുടെയും നെയ്യുടെയും നമ്മളിട്ട ഏലക്കയുടെ ഒക്കെ രുചിയുണ്ട്. എന്തായാലും ഓരോ വീഡിയോസ്